ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം മാലി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രി. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി 1000 കോടി ക്ലബിൽ കയറുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ, 50 കോടി ക്ലബ്ബ്, 100 കോടി ക്ലബ്ബ്, 200 കോടി ക്ലബ്ബ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. 6 മാസം കൊണ്ട് നമ്മുടെ മലയാള സിനിമ തിയേറ്ററിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് 1000 കോടിയാണ്. 1000 കോടി നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയെ പറ്റി ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു എമൗണ്ടാണ് 1000 കോടി. ആ 1000 കോടി നമ്മൾ വെറും 6 മാസം കൊണ്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രി അടിച്ചിരിക്കുകയാണ്. ഈ 2024 എടുത്ത് നോക്കുകയാണെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ നല്ലൊരു ഹിറ്റ് എടുക്കാനില്ല, തമിഴിലാണെങ്കിൽ അവരവസ്ഥ വളരെ മോശം. അവരുടെ സൈഡിൽ നിന്ന് പോലും ഒരു വലിയ ഹിറ്റ് വന്നിട്ടില്ല. ആകപ്പാടെ കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മലയാളം മാത്രമാണ്. ഈ 2024 ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എല്ലാവരും നോക്കുന്ന ഒരേ ഒരു ഇൻഡസ്ട്രി, പൊക്കി പറയുന്ന ഒരേ ഇൻഡസ്ട്രി മലയാളം ഇൻഡസ്ട്രിയാണ്. അത് കേൾക്കുമ്പോൾ ഒരു മൂവി ലവറായിട്ടുള്ള എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ കാണാറുണ്ട് ഒരുപാട് ഹിന്ദിയിലുള്ള ഒരുപാട് ഫേമസ് യൂട്യൂബേഴ്സ്, അവന്മാരിരുന്ന് നമ്മളെ ഇൻഡസ്ട്രിയെ പറ്റി പൊക്കി പറയാണ്. ഒരു കാലം ഉണ്ടായിരുന്നു നമ്മളുടെ ഇൻഡസ്ട്രി ഏറ്റവും മോശപ്പെട്ട രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ തമിഴിനെയും തെലുങ്കിനെയും ഹിന്ദിയെയൊക്കെ ആശ്രയിച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലം ഇപ്പം മാറി. 2024 നമ്മളങ്ങ് തൂക്കിയിട്ടുണ്ട്. അത് എങ്ങനെ തൂക്കി എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ റിവ്യൂ. അപ്പോൾ എല്ലാവരും വരും നമുക്ക് മനസ്സിലാക്കാൻ എങ്ങനെയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി 1000 കോടി എന്നൊരു മാജിക്കൽ ഫിഗർ വെറും 6 മാസം കൊണ്ട് കളക്ട് ചെയ്തെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യത്തെ നമ്മളുടെ ബ്ലോക്ക് ബസ്റ്റർ 2024 ജനുവരി 11 റിലീസായ എബ്രഹാം ഓസ്ലർ, അതാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ. 40 കോടിയാണ് ആ സിനിമ കളക്ട് ചെയ്തത്. എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്നത് നമ്മുടെ ജയറാം നായകനായിട്ട് അഭിനയിച്ച് മമ്മൂട്ടി ദ മെഗാസ്റ്റാർ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോളിൽ വന്ന സിനിമയാണ്. മിഥുൻ മാനുവൽ തോമസ് ആണ് സിനിമയുടെ ഡയറക്ടർ. സിനിമ സത്യം പറഞ്ഞാൽ ഒരു ആവറേജ് മൂവിയായിരുന്നു. ഞാൻ ഭയങ്കര സിനിമയൊന്നും ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ഞാൻ ആ സിനിമ കണ്ടു, എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനോട് ആ സിനിമ വന്നില്ല. പക്ഷേ ഒരേ ഒരു ഫാക്ടർ, മമ്മൂക്ക എന്നൊരു ഫാക്ടർ കാരണം ആ സിനിമ കളക്ട് ചെയ്തത് 40 കോടിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത റിലീസാവുന്നതെന്ന് പറയുന്നത് ജനുവരി 25 റിലീസായ ഒരു കൾട്ട് ക്ലാസിക് മൂവി ആകുമെന്ന് പ്രതീക്ഷിച്ചൊരു സിനിമ, നമ്മുടെ മലൈക്കോട്ടെ ബാലികൻ, നമ്മുടെ ലാലേട്ടൻ്റെയും ലിജോ ജോസ് പല്ലാശ്ശേരി ലാലേട്ടനും കൂടെ ഒന്നിക്കുന്നൊരു സിനിമ. ഒരു മാജിക് ഉണ്ടാകുന്ന ഒരു 100% ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ വന്നിട്ട് ബോക്സ് ഓഫീസിൽ ഒരു അട്ടർ ഫ്ലോപ്പായി മാറുകയായിരുന്നു. അട്ടർ ഫ്ലോപ്പ് ആവാനുള്ള എല്ലാ യോഗ്യതയും ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു മനംകാട്ട് സിനിമ എടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി സംടൈംസ് ഷിറ്റ്സ് ഹാപ്പൻസ്. സോ ദാറ്റ്സ് ഇറ്റ്. 65 കോടിയിൽ എടുത്ത സിനിമ ആകെപ്പാടെ കളക്ട് ചെയ്തത് 30 കോടി. ഈസ് ആൻ ബിഗ് ഡിസാസ്റ്റർ. സോ പക്ഷേ 30 കോടി എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഖ്യയാണ്. അതുകൊണ്ട് നമ്മുടെ 1000 കോടി അതും കൂടി നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഇറങ്ങുന്ന സിനിമ എന്ന് പറയുന്നത് അന്വേഷിക്കുവിൻ കണ്ടെത്തുവിൻ, നമ്മളുടെ ടോവിനോ തോമസ് നായകനായിട്ട് അഭിനയിച്ച ഒരു ക്രൈം ത്രില്ലറാണ് സിനിമ. ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടില്ല, കാരണം വേറൊന്നും കൊണ്ടല്ല. ആസ് യൂഷ്വൽ ഞാൻ ഒരുപാട് ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് ഇതേപോലത്തുള്ള ക്രൈം ത്രില്ലേഴ്സ് കണ്ടായിരുന്നു. എല്ലാത്തിലും ഒരേ ഫോർമാറ്റ്, അവസരം നമ്മൾ ഒരു രീതിയിലും പ്രതീക്ഷിക്കാത്ത ഒരു കിഴങ്ങനായിരിക്കും വില്ലൻ. ഈവൻ കൊല്ലാനുള്ള കാരണമാണെങ്കിൽ അതിനേക്കാളും വലിയ കോമഡി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ സിനിമ കാണാൻ പോയില്ല. ഞാൻ സിനിമ OTT-യിലാണ് കണ്ടത്. ഒരു ആവറേജ് സിനിമ, അതിനപ്പുറം എനിക്ക് പറയാനില്ല. പക്ഷേ പടം കളക്ട് ചെയ്തത് 40 കോടിയാണ് ആ സിനിമ കളക്ട് ചെയ്തത്. അത് വൻ ഒരു സക്സസ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അത് ഇറങ്ങുന്നതെന്ന് പറയുന്നത് ഫെബ്രുവരി 9 അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന ഇറങ്ങുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഇറങ്ങുന്ന സിനിമ എന്ന് പറയുന്നത് നമ്മളെ പ്രേമലു. അതേ ദിവസം റിലീസായ പ്രേമലു ഒരു ബ്ലോക്ക് ബസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. 136 കോടിയാണ് പ്രേമലു കളക്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ പ്രേമലു വെറും ഒരു ചവറ് പടമായിരുന്നു. പക്ഷേ പ്രേമലു ഇറങ്ങിയ സമയം വളരെ നല്ല സമയമായിരുന്നു. നമ്മൾ ഒരുപാട് കൂറ സിനിമകൾ കണ്ട് ഭ്രാന്തെടുത്ത് ഇരുന്നൊരു സമയത്താണ് പ്രേമലു കൊണ്ട് റിലീസായത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത പടമാണ്.
ഇത് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ഇത് നമ്മുടെ തമിഴിൽ നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരേ ഫോർമാറ്റ്. ഒരു ജോലിക്ക് പോകാത്ത കൂട്ടുകാരൻ ഒരു പെണ്ണിൻ്റെ പിറകെ, ജോലിക്ക് പോകാത്ത ഒരു നായകൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ പെണ്ണിൻ്റെ പിറകെ നടക്കും. ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാം, സ്റ്റോറി നിങ്ങൾക്കറിയാലോ. പക്ഷേ മാജിക് വാസ് ദെയർ ഇൻ ദാറ്റ് മൂവി. എന്തോ ഒരു മാജിക് ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ആ സിനിമ വന്നിട്ട് തെലുങ്കിൽ അവർ ആ പടം ഡബ് ചെയ്തിറക്കി, വൻ സക്സസ് ആയി. 136 കോടി രൂപ ആ പടം അടിച്ചു. പയ്യന്മാർ, കൊച്ചു ചെറുക്കന്മാർ 136 അടിച്ചു. ഭയങ്കര സന്തോഷമുള്ളൊരു മൂവിയായിരുന്നു. അതിനുശേഷം ഇറങ്ങുന്നതെന്ന് പറയുന്നത് നമ്മളെ മെഗാസ്റ്റാറിൻ്റെ മെഗാ മൂവിയായ ബ്രഹ്മയുഗം. വൻ ഒരു ഓഫ് ബീറ്റ് മൂവി, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയായിരുന്നു ബ്രഹ്മയുഗം. ആ ബ്രഹ്മയുഗം കളക്ട് ചെയ്തത് 85 കോടിയാണ്. കാരണം ആ ബ്രഹ്മയുഗം നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയെ വേൾഡ് ലെവലിൽ കൊണ്ടെത്തിച്ചേരുന്നു. ആ സിനിമ ഇറങ്ങിയതിനു ശേഷം പല ആൾക്കാരും മലയാള ഫിലിം ഇൻഡസ്ട്രി നോക്കാൻ തുടങ്ങിയത്, അവർ പറയാൻ തുടങ്ങിയത് വാട്ട് എ മൂവി മാൻ. ഇന്ത്യയിലുള്ള ഓരോരോ വലിയ യൂട്യൂബേഴ്സ്, എല്ലായിടത്തും ഉള്ളവന്മാരും നമ്മളെ പറ്റി പൊക്കി പറയാൻ തുടങ്ങി. അതൊരു കൾട്ട് ക്ലാസിക് മൂവിയായിരുന്നു. 85 കോടി അടിച്ചു. അതിനുശേഷം അടുത്ത് ഇറങ്ങുന്ന സിനിമ എന്ന് പറയുന്നതാണ് നമ്മളുടെ ആടുജീവിതം. 15 വർഷത്തെ നമ്മുടെ ബ്ലെസ്സിയുടെ ഒരു കഷ്ടപ്പാടായിരുന്നു ആടുജീവിതം അടിച്ചതെന്ന് പറയുന്നത് 160 കോടിയാണ്. അൺബിലീവബിളാണ്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഫിഗറാണ് ആടുജീവിതം അടിച്ചത്. ഞാൻ ആ സിനിമ സത്യം പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതൊരു വൺ ഓഫ് ബീറ്റ് മൂവിയായിരുന്നു. പക്ഷേ എന്നാൽ പോലും മലയാളി ജനങ്ങൾ ആ സിനിമയെ വിജയിപ്പിച്ചു. അതിനർത്ഥം നമുക്ക് ബുദ്ധിയുണ്ടെന്നുള്ളതാണ് കേട്ടോ. നമ്മൾ മാറി തുടങ്ങി, നമ്മുടെ ചിന്തകൾ മാറി തുടങ്ങി. അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ബ്രഹ്മയോഗവും നമ്മുടെ ആടുജീവിതം. പക്ഷേ ആടുജീവിതം ബ്രഹ്മയോഗത്തിനേക്കാളും അപ്പുറത്തോട്ട് പോയി, 160 കോടി. അത് കഴിഞ്ഞതിന് ശേഷം റിലീസാവുന്ന അടുത്ത പടമാണ് ആവേശം റിലീസാവുന്നത് നമ്മുടെ ഏപ്രിൽ 11 നമ്മളെ വിഷുവിലാണ്. ആവേശം വന്നിട്ട് കളക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ 154 കോടിയാണ്. ആവേശം ഞാൻ കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഒരു എബോ ആവറേജ് മൂവി. ആ പടം ക്ലിക്കാകാനുള്ള ഒരേ ഒരു കാരണം നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ആക്ടിങ് മാത്രമാണ് ആ സിനിമയിൽ ഞാൻ കണ്ട ഒരു പ്ലസ് പോയിന്റ്. അതല്ലാതെ വെച്ച് നോക്കിയാൽ ആ സിനിമ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. പക്ഷേ ഫഹദിൻ്റെ ആ ഒരു മാജിക്, പുള്ളിയുടെ ഒരു കരിഷ്മ, പുള്ളിയുടെ സ്ക്രീൻ പ്രസൻറ്റ്, പിന്നെ പുള്ളി മാത്രമല്ല നമ്മളെ അംബാനും ഉണ്ട്. അവർ രണ്ടും ഒരു ട്രെൻഡ് സെക്ടറായിട്ട് മാറി. നമ്മൾ എവിടെ പോയാലും റീൽസ് ആയാലും എവിടെ ആയാലും ഇവർ തന്നെയാണ്. റീൽസൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഇങ്ങനെ തന്നെ ഞാൻ പാടില്ല, എനിക്ക് അറിഞ്ഞൂടാ, ഒരു രക്ഷയില്ലാതെ പോയി. ആ സിനിമയോട് റിലീസായ വേറൊരു സിനിമയും കൂടെ ഉണ്ടായിരുന്നു, നമ്മളെ മലൻ കൾട്ടായ വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ല. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു ഇത് വെറും ഒരു നൊസ്റ്റാളജി മാത്രം കാണിച്ചെടുക്കുന്ന ഒരു സിനിമയാണെന്നുള്ളത്. കാരണം ആ പടത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ആ പടം ഇറങ്ങിയതിനു ശേഷം ഇവിടുത്തെ വൻ യൂട്യൂബേഴ്സ് ഈ സിനിമയെ പറ്റി വൻ ഹൈപ്പ് കൊടുത്തു. ഒരു രക്ഷയില്ല, ഭയങ്കര സിനിമയാണ്. ഇത്രയും കൂറപ്പടത്തിന് എന്തിനിടെ ഇത്രയും ഹൈപ്പ് കൊടുക്കണം? നീയൊക്കെ നല്ല സിനിമ വെറും കൂറ സിനിമയെന്ന് പറയും, വെറും കൂറപ്പടം നല്ല സിനിമയെന്ന് പറയും. എന്തായാലും കൊള്ളാം, നിൻ്റെയൊക്കെ ഡബിൾ സ്റ്റാൻഡ് ഇതോടെ തീർന്നിട്ടുണ്ട്. വെറും മഴക്കാലത്തെ സിനിമയായിരുന്നു. ഞാൻ ആ പടം വന്നിട്ട് 1 മണിക്കൂർ ഞാൻ OTTയിൽ കണ്ടു. ഞാൻ ഇറങ്ങി ഓടി. എനിക്കത് കാണാൻ ഒരു താല്പര്യം തോന്നിയില്ല. വെറും കൂറപ്പടമായിരുന്നു. ഞാൻ അത് റോസ്റ്റ് ചെയ്യാനും പറഞ്ഞില്ല, ഞാൻ അത് വേറെ കൂടുതൽ സംസാരിക്കുന്നില്ല. അതിനുശേഷം റിലീസായ സിനിമ നടികരാണ്. നമ്മുടെ ടോവിനോ തോമസിൻ്റെ വളരെ പ്രതീക്ഷയോടെ ലാൽ ജൂനിയറിൻ്റെ സിനിമ റിലീസായ. പക്ഷേ സിനിമ വന്നിട്ട് അട്ടർ ഫ്ലോപ്പായിരുന്നു. നമുക്ക് വിജയ് സിനിമ മാത്രം പറഞ്ഞാൽ പോലല്ലോ, ഫ്ലോപ്പ് സിനിമകളും കൂടെ പറഞ്ഞല്ലോ. അതാണ് ഞാൻ ഇതും കൂടെ പറഞ്ഞത്. നടികർക്ക് ശേഷം അടുത്ത റിലീസാവുന്നതെന്ന് പറഞ്ഞാൽ മലയാളി ഫ്രം ഇന്ത്യ. ആ സിനിമയും ബോക്സ് ഓഫീസിൽ 18 കോടി രൂപ കളക്ട് ചെയ്താലും പടം വിജയിച്ചില്ല. പടവും അതും ഫ്ലോപ്പായി പോയി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പടം ഒരു ആവറേജ് സിനിമയായിരുന്നു. ഭയങ്കരമായിട്ട് പറയാൻ വേണ്ടിയൊന്നുമില്ല. ഒരു എന്തു പറയുക, ഒരു യൂട്യൂബിലുള്ള ഒരു ഫോർവേഡഡ് മെസ്സേജ് എന്നുള്ളത് മാത്രമേ ആ പടത്തിനെ പറ്റി പറയാനുള്ളൂ. അതിനപ്പുറമായിട്ടൊന്നുമില്ല. അങ്ങനെ ആ സിനിമ ഇടയ്ക്ക് ശേഷം ഇറങ്ങുന്ന സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ആ സിനിമ സത്യം പറയാമല്ലോ, ഞാൻ പ്രതീക്ഷിച്ചില്ല സിനിമ ഇത്രയും വിജയിക്കുന്നുണ്ട്. ആ സിനിമയുടെ ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത് 90 കോടിയാണ്. എങ്ങനെ ആ പടം 90 കോടി അടിച്ചെന്ന് വെച്ചാൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം ഞാൻ ആ സിനിമ സത്യം പറഞ്ഞാൽ ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടില്ല. കാരണം ആ സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളും കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കഥയും കാര്യങ്ങളും മനസ്സിലായി. പിന്നെ രണ്ടാമത് വന്നിട്ട്
നമ്മളെ രാജുവേട്ടൻ, നമ്മളെ പൃഥ്വിരാജിൻ്റെ കോമഡി ആക്ടിങ് എന്ന് പറയുന്നത് പുള്ളിക്ക് അതനുസരിച്ചുള്ള വലിയൊരു സ്കില്ലുള്ള കോമഡി അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള അത്രയ്ക്കൊരു സ്കില്ലുള്ളൊരു പുള്ളിയല്ല പൃഥ്വിരാജ്. പിന്നെ ബേസിൽ ഒരു കിടിലൻ ഒരുത്തനാണ്. കാരണം അവന് പറ്റിയൊരു ക്യാരക്ടറാണ്. ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടില്ല, കാരണം എനിക്കറിയാമായിരുന്നു സിനിമ പോരാ. പക്ഷേ ആ സിനിമയ്ക്ക് നല്ല റിവ്യൂ വന്നായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്പർ 1 ക്രിഞ്ച് മൂവിയായിരുന്നു. ഞാൻ സിനിമ OTTയിൽ കണ്ടു. അതിലെ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കരഞ്ഞു. ബേസിൽ പുള്ളിക്കാരൻ്റെ കോമഡിയും കാര്യങ്ങളെല്ലാം ആപ്റ്റായിരുന്നു. കാരണം പുള്ളിക്കാരന് പറ്റിയ സ്ക്രിപ്റ്റ്, പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ, നമ്മൾ കുറേ കാലമായിട്ട് പുള്ളിയുടെ സിനിമ കാണുന്നുണ്ടല്ലോ, ആ ക്യാരക്ടറും ഈ മൂവിയായിട്ടൊക്കെ ജോയിൻ്റ് ആയിട്ട് പോകും. പക്ഷേ എനിക്കെന്തോ സിനിമയുടെ കോമഡിയും കാര്യങ്ങളൊന്നും എനിക്ക് ദഹിച്ചില്ല. എനിക്ക് ഭയങ്കര ഒരു മോശമായിട്ടാണ് തോന്നിയത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കാത്തിരുന്ന ഏറ്റവും വലിയൊരു സിനിമ ഇറങ്ങുന്നത്. അതായതാണ് നമ്മളുടെ ടർബോ വന്നിട്ട് സത്യം പറയാലോ സീൻ മാറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സിനിമ ഇറങ്ങിയ സംഘപരിവാറിൻ്റെ വക സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ കുറേ അവന്മാരായിട്ട് അലക്കി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്പർ 1 യൂട്യൂബേഴ്സായ 3 യൂട്യൂബേഴ്സും കൂടെ സിനിമയ്ക്ക് എത്രയൊക്കെ ബാഡ് റിവ്യൂ കൊടുക്കാൻ പറ്റി അതെല്ലാം അവർ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നല്ല മഴ വന്നു. പക്ഷേ ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും സിനിമ 100 കോടി രൂപ എന്ന ഒരു മാർക്കിൽ ആ സിനിമ എത്താൻ പറ്റി. അത് എത്താൻ പറ്റാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഒരേ ഒരാളാണ്, അത് നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ്. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കാരണം ആ സിനിമ 100 കോടി എത്തി. ആ സിനിമയുടെ കൂടെ റിലീസായ സിനിമയാണ് നമ്മുടെ തലവൻ. ഞാൻ തലവൻ പോയി കണ്ടായിരുന്നു. തലവൻ വന്നിട്ട് ഒരു ക്രൈം ത്രില്ലറാണ്. എനിക്ക് ആ സിനിമയോട് ജസ്റ്റ് ഒരു ഓക്കെ എന്നേ തോന്നിയുള്ളൂ. കാരണം ഞാൻ അന്വേഷിപ്പുവിൻ കണ്ടെത്തുവിനെ പറ്റി പറഞ്ഞ സെയിം ഫോർമാറ്റ് തന്നെയാണ്. ഒരാൾ പോണ് കൊല്ലണം, ഒരു എന്തോ എനിക്ക് ആ പടം ഭയങ്കരമായിട്ട് കണക്ട്. പടം കുഴപ്പമില്ല, അത് ജസ്റ്റ് ഒരു വാച്ച്. ജിസ് ജോയിയുടെ ഒരു വെറൈറ്റി മേക്കിംഗ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മേക്കിങ്ങും ഭയങ്കര ഔട്ട് ഓഫ് ദ ബോക്സ് ഒന്നുമല്ല, ഒരു സാധാരണ ഒരു സിനിമ അത്രയേ ഉള്ളൂ. പക്ഷേ ആ സിനിമയും കളക്ട് ചെയ്ത് 25 കോടി ആ സിനിമ കളക്ട് ചെയ്തായിരുന്നു. അതിനുശേഷം ഇറങ്ങുന്ന ഒരു സിനിമയാണ് മന്ദാകിനി. അതിനുശേഷമല്ല, 24 മെയ്യിൽ റിലീസാകുന്ന സിനിമയാണ് മന്ദാകിനി സിനിമ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. പക്ഷേ സിനിമ കൊള്ളാമെന്നുള്ളൊരു റിപ്പോർട്ട് ഞാൻ കേട്ടായിരുന്നു. പിന്നെ അതിൻ്റെ ട്രെയിലറും ഞാൻ കണ്ടു. ദാറ്റ്സ് ഇറ്റ്. മന്ദാകിനി വന്നിട്ട് കളക്ട് ചെയ്തത് വെറും 3 കോടി രൂപയാണ് ബോക്സ് ഓഫീസ്. കാരണം അതൊരു ചെറിയൊരു സിനിമയാണ്, അപ്പോൾ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അതിനുശേഷം പിന്നെ ഇറങ്ങുന്ന സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഗഗനചുരിയാണ്. ആ സിനിമ സത്യം പറഞ്ഞാൽ ഞാൻ കാണാൻ പോയില്ല, എനിക്ക് കാണാനുള്ള ടൈം കിട്ടിയില്ല. അതും നല്ല സിനിമ എന്നൊരു പേര് കേട്ടായിരുന്നു. നല്ല സിനിമ എന്ന പേര് കേട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പറഞ്ഞത്. ആ സിനിമയും 2.5 കോടിക്കകത്താണ് കളക്ട് ചെയ്തത്. പിന്നെ ഒരു ഗോളം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു. ആ സിനിമ നല്ല കിടിലൻ സിനിമയാണ്. എനിക്ക് ആ സിനിമ കാണാൻ പറ്റിയില്ല, ഞാൻ കണ്ടില്ല. പക്ഷേ ആ സിനിമ കണ്ട ഒരുപാട് പേര് എൻ്റെ കയ്യിൽ പറഞ്ഞു നല്ല സിനിമയാണ്. ഞാനത് OTTയിൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ 1000 കോടി. ഇത്രയും സിനിമ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 1000 കോടി കിട്ടും. അങ്ങനെയാണ് നമ്മുടെ മലയാളത്തിന് ആദ്യമായിട്ട് 1000 കോടി എന്നൊരു മാജിക്കൽ ഫിഗറിലോട്ട് നമ്മളെ മലയാള സിനിമ ഇൻഡസ്ട്രി എത്തിയത്. അതും വെറും 6 മാസം. ഇനിയുണ്ട് ഗൈസ്, അടുത്തൊരു 5 മാസം ഇനിയും കിടപ്പുണ്ട്. അടുത്തൊരു 5 മാസത്തിൽ ഭയങ്കരമായിട്ടുള്ള നല്ല സിനിമകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കുറച്ച് സിനിമകളുണ്ട്. നമ്മളെ ബറോസ് റിലീസാകാൻ പോകുന്നുണ്ട്. എമ്പുരാൻ എനിക്ക് തോന്നുന്നില്ല ഈ വർഷം കാണുന്നുണ്ടെന്ന്. പിന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക ഉണ്ട്. നമുക്ക് നോക്കാം ഇനി എത്രയും കൂടെ പോയാലും പോയില്ലെങ്കിലും കുഴപ്പമില്ല. 1000 കോടി എന്നുള്ളൊരു മാജിക്കൽ ഫിഗർ നമ്മൾ അച്ചീവ് ചെയ്തു. അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. മലയാളം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയൊരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിൽ നിന്ന് 1000 കോടി ജനറേറ്റ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ അതൊരു പ്രൗഡ് മൂവ്മെൻറ്റാണ്. പണ്ടൊക്കെ മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നാണം കെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്ന് ഇപ്പം നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പാൻ ഇന്ത്യ ലെവലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളിന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പം ചെയ്തത്. ഞാനൊരു ഭയങ്കര ഒരു മൂവി ലവറാണ്. ഞാൻ സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു പാഷനും എനിക്ക് ഭയങ്കര പ്രാന്തവുമാണ്. So that's it guys. If you like my channel, please put like, please share my video, please subscribe my channel. വെറുതെ ഇരിക്കുകയില്ലേ, ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യരുത്. അല്ലെങ്കിൽ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കും. ഞാനൊന്ന് കയറി വരട്ടെ. ഞാൻ ഇങ്ങനെ എഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കണം. നിങ്ങളൊന്ന് വിചാരിച്ച് ഞാനൊന്ന് പെട്ടെന്ന് ഒന്ന് അടിച്ച് കയറി ഇങ്ങ് വരും. ഒന്ന് അടിച്ച് കയറ്റി വിടണം എന്നെയും കൂടെ.
ബൈ ബൈ.